നമസ്കാരം. RSP അഥവാ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി UDFിലെ ഒരു പ്രബലമായ രാഷ്ട്രീയ ഘടകകക്ഷി. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ഇടങ്ങളിലാണ് RSP മത്സരിക്കുന്നത്. കണ്ണൂർ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് RSPക്ക് സീറ്റ്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലും, കൊല്ലം ജില്ലയിൽ ചവറ, കുന്നത്തൂർ, ഇരവിപുരം മണ്ഡലത്തിലും, കണ്ണൂരിൽ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിലുമാണ് RSP മത്സരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 ഇടങ്ങളിലും RSP പരാജയപ്പെടുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ ചവറ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കൊല്ലം ജില്ലയിൽ ഇന്ന് RSPക്ക് കരുത്ത് തെളിയിക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചില നിർണായക തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് RSP. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കരുത്തു കാട്ടാൻ കരുതലോടെ RSP കൂടുതൽ MLAമാരെ ജയിപ്പിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ കരുത്തുള്ള പാർട്ടിയാകാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ ആവശ്യപ്പെടാനും ജയസാധ്യത ഇല്ലാത്തവ കോൺഗ്രസ് നേതൃത്വം അടിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കേണ്ട എന്നും RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. സംഘടനാ സ്വാധീനമുള്ളിടത്ത് മാത്രമേ RSP മത്സരിക്കൂ. മട്ടന്നൂരിന് പകരം അമ്പലപ്പുഴ ആവശ്യപ്പെടും. കഴിഞ്ഞ തവണ കോൺഗ്രസ് നേതൃത്വം RSPയുടെ തലയിൽ വെച്ച് കെട്ടിയതാണ് മട്ടന്നൂർ. ജയസാധ്യതയില്ലാത്ത കയ്പമംഗലത്തിന് പകരം മറ്റൊരു സീറ്റ് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മട്ടന്നൂർ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. നിലവിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ, കൊല്ലം ജില്ലയിലെ ഇരവിപുരം എന്നിവയ്ക്ക് പകരം പുതിയ സീറ്റുകൾ RSP ആവശ്യപ്പെടും. കൊല്ലമാണ് RSP പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന് ഇവിടെ മത്സരിക്കണമെന്ന ആഗ്രഹവുമുണ്ട്. ആറ്റിങ്ങൽ, ഇരവിപുരം എന്നതിൽ ഏതെങ്കിലും ഒരു നിയോജകമണ്ഡലം സീറ്റ് ഏറ്റെടുത്ത കോൺഗ്രസ് കൊല്ലം വിട്ടുകൊടുക്കണമെന്നാണ് RSPയുടെ ആവശ്യം. ഇരവിപുരം ലീഗിന് നൽകി അവർ മത്സരിക്കുന്ന പുനലൂർ ഏറ്റെടുക്കാനും RSPക്ക് മോഹമുണ്ട്. കൊല്ലം MP NK പ്രേമചന്ദ്രന് പുനലൂരിലടക്കം മികച്ച ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുനലൂർ വേണമെന്ന ആവശ്യം ഉയർത്തുന്നത്. പ്രേമചന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആവശ്യവും ചിലർ ഉയർത്തുന്നുണ്ട്. ഇനി ഈ 2 സംവരണ മത്സരങ്ങളിലും മത്സരിക്കേണ്ട എന്നും ഇതിൽ ആറ്റിങ്ങൽ കോൺഗ്രസിന് നൽകി പകരം ജനറൽ സീറ്റ് ആവശ്യപ്പെടാനും RSP സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. എന്നാൽ ചവറ, കുന്നത്തൂർ മണ്ഡലങ്ങൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കരുതെന്നും സെക്രട്ടേറിയറ്റിൽ ചർച്ച ഉയർന്നു. അതിനിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും സംസ്ഥാന സെക്രട്ടറി മാറി നിൽക്കണമെന്നും RSPയിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സീറ്റ് വിഭജനം പാടില്ലെന്ന് ആവശ്യപ്പെട്ടേക്കും. കാരണം അത് സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും അത് RSPയുടെ അടക്കം വിജയത്തെ കാര്യമായ രീതിയിൽ ആ വിജയസാധ്യത ക്ഷയിപ്പിക്കുകയും ചെയ്യുമെന്ന കണക്കുകൂട്ടൽ കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സീറ്റ് വിഭജനം വേണ്ട, അതിനു മുമ്പ് ധാരണ വേണം എന്ന ആവശ്യം മുൻപോട്ട് വയ്ക്കുന്നത്. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDFിനെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. 3ാം തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ അത് തീർച്ചയായും UDFിന്റെ ശക്തിയെ തന്നെ ക്ഷയിപ്പിക്കും. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാകുവാനുള്ള സാധ്യത ഏറെയാണ്. അത്തരത്തിലുള്ള വിട്ടുവീഴ്ചയുടെ ഭാഗമായി ലീഗും കോൺഗ്രസും RSPയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് എളുപ്പത്തിൽ കൈകൊടുക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിൽ നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ഭരണപ്രവേശനം എന്ന മോഹം.